ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല എടുത്തി. ഒന്ന് കണ്ണടയ്ക്കുമ്പോ 1000 ദുസ്വപ്നങ്ങളാ. മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാരോ പറയുന്ന പോലെ. അവള് സ്കൂളിലും വന്നില്ല. അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന അനാഥമായി. എടുത്തി പിന്നെ മോളെ വിളിച്ചു നോക്കിയിരുന്നോ? സന്ധ്യയ്ക്ക് മുമ്പ് ഞാനൊന്ന് വിളിച്ചിരുന്നു. അപ്പോഴും സ്വിച്ച് ഓഫ് എന്നെ പറഞ്ഞത്. ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കിയേ. ഹലോ, ഇതാരാ സംസാരിക്കുന്ന? ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ആരാണെന്നോ? നീ ആരാ? സോറി, എന്റെ പേര് അമൃത. ഞാൻ വിളിക്കുന്ന മ്യൂസിക് സ്കൂളിൽ നിന്നാ. ഈ മ്യൂസിക് സ്കൂളിന് പകലും രാത്രി ഒന്നും ഇല്ലയോ? ഏത് നേരവും തുറന്നു വെച്ചിരിക്കാണോ? രാധിക എവിടെയാ? രാധികയ്ക്കൊന്ന് ഫോൺ കൊടുക്കോ? ഫിദ മാഡത്തിന് സംസാരിക്കാൻ വേണ്ടിയാ. മുത്തശ്ശിയാണെന്ന് തോന്നുന്നു. ഹലോ. ആ, എന്താ? രാധികയെ ഇന്ന് മുഴുവൻ ഞാൻ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നേ, കിട്ടിയില്ല. രാധികയ്ക്കൊന്ന് ഫോൺ കൊടുക്കോ? ഫിദ മേഡം ഒന്ന് പറഞ്ഞാ മതി. ഏത് മേഡം ആയാലും ശരി, ഇടവായാലും ശരി, അവള് കിടന്നുറങ്ങുക. പാതിരായ്ക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാനും ഫോൺ കൊടുക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. ഇത് ആറ്റുവശ്ശേരിയിലെ മുത്തശ്ശിയാണോ അതോ കണിമംഗലത്തെ മുത്തശ്ശിയോ? ആ, ഞാൻ ആറ്റുവശ്ശേരിയിലെയാ. പേരറിയണമെങ്കിലേ ഞാൻ സുകുമാരി അമ്മ. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? എനിക്ക് രാധികയോടൊന്ന് സംസാരിച്ചേ പറ്റൂ. നിങ്ങളെന്താ ഇങ്ങോട്ട് കൽപ്പിക്കുകയാണോ? ഫോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. ദേ, ഇനി ഇതും പറഞ്ഞ് ഈ ഫോണിലേക്ക് മേലെ വിളിച്ചു പോവരുത്, കേട്ടല്ലോ? ഹലോ ഹലോ ഹലോ. എന്താ ശ്യാമേ? ഫോൺ എടുത്തത് ആറ്റുവശ്ശേരിയിലെ മുത്തശ്ശിയ. അവരുടെ സംസാരം കേട്ട് അറിയാം അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന്. രാധികയോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ വിളിക്കാൻ പറ്റില്ല എന്നവര് തീർത്ത് പറയാ. അപ്പൊ നേരാണല്ലോ. ശ്യാം ഇതുവരെ സംശയിച്ചതിൽ എന്തോ കാര്യമുണ്ട്. ഉണ്ടെടുത്തേ. രാവിലെ അഖിൽ സാറ് ശകുനം കാണിച്ചു തന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങോട്ട് നേരെ ചെന്നാലോ ആറ്റുവശ്ശേരിയിലേക്ക്? വേണ്ട ശ്യാമേ, ഫോണിലൂടെ ഇത്ര അധിക്ഷേപിക്കുന്ന ആള് ഇനി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. രാധിക മോള് വിളിക്കുമോ നമുക്ക് നോക്കാം. അതുവരെ നമുക്ക് സഹിച്ചേ പറ്റൂ. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. രാധിക മോള് ശ്യാമയുടെ അടുത്തേക്ക് തന്നെ വരും.